എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് പ്രേമയും വിശ്വനും കൂടി നിന്ന് സംസാരിക്കുകയാണ്. അപ്പൊ കുഞ്ഞു സ്വരമോൾ ഇത്രയും വലിയ വ്രതമൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കിനും അവരുടെ അച്ഛനും അമ്മയും ഒക്കെ കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ ആകുമൊത്തം പ്രശ്നമാകുമല്ലോ. ആ ഒരു കാര്യം പ്രേമ ആ ഒരു ആശങ്കയൊക്കെ നമ്മുടെ വിശ്വന്റെ അടുത്ത് പങ്കുവെക്കുകയാണ്. അപ്പൊ വിശ്വം പറയുന്നുണ്ട്, എത്ര കാലമാണ് പ്രേമ ഈ കുഞ്ഞിന്റെ അടുത്ത് നിന്നും അതുപോലെ തന്നെ അനിരുദ്ധിന്റെ അടുത്ത് നിന്നും സത്യങ്ങളെല്ലാം മറച്ചു പിടിക്കാൻ കഴിയുക. അതുകൊണ്ട് എന്നായാലും അനിരുദ്ധ സത്യങ്ങളെല്ലാം അറിയും. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം നീ ഇപ്പോഴേ ആലോചിച്ച് വെച്ചോ എന്ന് പറയുകയാണ്. അങ്ങനെ പ്രേമയും വിശ്വനും കൂടി അവിടെ ഓരോ ഗൂഢാലോചനകളൊക്കെ നടത്തുന്ന ആ ഒരു സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് അരവിന്ദനെയും അതുപോലെ തന്നെ രഞ്ജിതയുമാണ്. രഞ്ജിതയാണെങ്കിൽ താൻ ജയിലിലേക്ക് പോവുകയാണ്. അപ്പം ജയിലിലേക്ക് പോകുന്നത് എന്തിനാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ അരവിന്ദൻ ചോദിക്കുമ്പം എനിക്ക് സുമിത്രയുടെ മകൻ പ്രതീഷിനെ ഒന്ന് കാണാനുണ്ട്. അവനെ അനിരുദ്ധും സുമിത്രയും ഒക്കെ കണ്ടെത്തുന്നതിന് മുന്നേ തന്നെ അവനെ ഞാൻ പോയി കാര്യങ്ങൾ പറഞ്ഞ് അവൻ്റെ മനസ്സിലേക്ക് മാക്സിമം വിഷം കയറ്റാവുന്ന അത്രയും മാക്സിമം വിഷം ഞാൻ കയറ്റിയിട്ടേ തിരികെ വരുള്ളൂ എന്നുള്ളൊരു കാര്യമൊക്കെ പറയുകയാണ്. പക്ഷെ ഞാൻ പോയി തിരികെ വരുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, നിങ്ങൾ ഈ സരസ്വതി അമ്മയെയും സുമിത്രയെയും ഒക്കെ ഇവിടുന്ന് പറഞ്ഞയച്ചേക്കണം. ഞാൻ വരുമ്പോൾ അവരെങ്ങാനും കണ്ടാൽ അരവിന്ദേട്ട അതെ നിങ്ങൾ എൻ്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി രഞ്ജിത്ത് അവിടുന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ അരവിന്ദനാണെങ്കിൽ ആകെ മൊത്തം പേടിച്ച് നിൽക്കുകയാണ്. സരസ്വതി അമ്മയാണെങ്കിൽ എന്ത് ചെയ്ത് ആ വീട്ടിൽ നിന്ന് പോകാൻ തയ്യാറല്ല. സരസ്വതി അമ്മയെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ച് അരവിന്ദൻ അവിടെ നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് സുമിത്രയെയും പൂജയെയുമാണ്. അപ്പൊ പൂജ പറയുന്നുണ്ട്, അമ്മ നമുക്ക് ഇവിടുന്ന് പോവാം. നമ്മൾ പറയാവുന്നതിന്റെ മാക്സിമം ആ അച്ചമ്മയോട് പറഞ്ഞല്ലോ. അച്ചമ്മയ്ക്ക് അത് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബാക്കി വരുന്നത് അച്ചമ്മ അനുഭവിച്ചോട്ടെ എന്നും പറഞ്ഞ് സുമിത്രയുടെ അടുത്ത് ഇങ്ങനെ പൂജ പറയുമ്പോഴത്തേക്കിനും സുമിത്ര പറയുന്നുണ്ട്, എത്രയൊക്കെ വന്നാലും എനിക്ക് അവരെ അങ്ങനെ തള്ളിയൊന്നും കളയാൻ പറ്റില്ലല്ലോ. വിളിക്കാവുന്നതിന്റെ പരമാവധി വിളിക്കാം. പിന്നെ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് വെച്ചാല് നമുക്ക് വരുന്ന വഴി തന്നെ കാണാമെന്നും പറഞ്ഞ് സുമിത്രയും അതുപോലെ തന്നെ പൂജയും കൂടി സരസ്വതി അമ്മയുടെ റൂമിലേക്ക് പോവാണ്. അപ്പൊ ഈ സമയത്ത് നമ്മളെ കാണിക്കുന്നത് രഞ്ജിത ജയിലിലെത്തി. നമ്മുടെ പ്രതീക്ഷനാണെങ്കിൽ രഞ്ജിതയെ കണ്ടിട്ട് വലിയ പിടിയൊന്നും കിട്ടുന്നില്ല കേട്ടോ. അവൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാ എന്നെ കാണാനായിട്ട് വന്നത്? അപ്പം രഞ്ജിത പറയുന്നത്, അതെ ഞാൻ നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങൾ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പൊ നിന്റെ ആ ഒരു പേര് നല്ല നടപ്പിൽ നിൽക്കുന്ന ആ ഒരു പയ്യന്മാരുടെ പേരിൽ നിന്നും വെട്ടിയിട്ടുണ്ട്. അതിനുള്ള കാരണമൊക്കെ നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ പ്രതീക്ഷ പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഞാൻ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഇനിയിപ്പം അതൊന്നും നടക്കില്ലല്ലോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. അധികൃതര് ചെയ്യുന്നതിനപ്പുറം ഒന്നും ഒരു കാര്യവും നടക്കില്ല. അപ്പൊ നിങ്ങൾ ആരാണ്, എനിക്കത് മനസ്സിലായില്ല എന്നുള്ള കാര്യം പറയുമ്പം ഞാൻ രഞ്ജിതയാണ്, ഞാൻ നിന്റെ ആ ഒരു രോഹിതങ്കിളിന്റെ പെങ്ങളാണ് എന്നുള്ള കാര്യം ഇങ്ങനെ പ്രതീഷിന് മുന്നിൽ രഞ്ജിത അവതരിപ്പിക്കുകയാണ്. രോഹിതങ്കിളിന്റെ പെങ്ങളാണല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും എനിക്ക് ചോദിക്കാനും പറയാനും ഒന്നും എനിക്ക് സ്വന്തമായിട്ട് ആരുമില്ല. എൻ്റെ അച്ഛനാണെങ്കിലോ നാട് വിട്ടുപോയി, അമ്മ മരണപ്പെട്ടു. പിന്നെ എൻ്റെ പെങ്ങളും എവിടെയാണെന്നുള്ള കാര്യം പോലും എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ ചേട്ടനാണ് ഉള്ളത്. അപ്പം നമ്മുടെ ആ ഒരു അനിരുദ്ധിന്റെ കാര്യം പറഞ്ഞതും നമ്മുടെ ആ ഒരു പ്രതീക്ഷനെ എങ്ങനെയെങ്കിലും ഇവർക്കെതിരെ തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ രഞ്ജിത ഇപ്പം പാട് കഴിച്ച് ജയിലിലേക്കൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു രക്ഷകയുടെ റോൾ എടുത്ത് നമ്മുടെ രഞ്ജിത ഇങ്ങനെ തകർത്താടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും പാവം പ്രതീക്ഷിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ പ്രതീക്ഷിനോട് പറയുന്നുണ്ട്, അനിരുദ്ധ വിചാരിച്ചിരുന്നെങ്കിൽ നിനക്ക് നല്ല ഒരു വക്കീലിനെ ഒക്കെ വെച്ച്, അല്ലെങ്കിൽ ഇപ്പം വക്കീലിനെ കിട്ടിയില്ലെങ്കിൽ തന്നെ ഇനിയിപ്പം മേൽഘടകത്തിലേക്ക് ഒരു അപ്പീൽ കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിന്നെ പണ്ടേ പുറത്തിറക്കായിരുന്നു. പക്ഷെ അനിരുദ്ധ അതൊന്നും അല്ലല്ലോ ചെയ്തത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അവൻ എന്തിന്റെ പ്രശ്നം ഉണ്ടായിട്ടാണ്? അവൻ സാമ്പത്തികമായിട്ടും സേഫാണ്, ജോലിപരമായിട്ടും അവന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതുകൊണ്ട് അവൻ വിചാരിച്ചിരുന്നെങ്കിൽ സാധിച്ചേനെ. പിന്നെ പുറത്തൊക്കെ ഒരു പറച്ചിലുണ്ട്, അവൻ കാരണമാണ് ഇപ്പം നീ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടത്, അത് തടയപ്പെട്ടത് എന്നുള്ള കാര്യം. അവൻ ആരെയൊക്കെയോ സ്വാധീനിച്ചുകൊണ്ട് നിനക്കെതിരെ ചില നടപടികളൊക്കെ നടത്തുന്നതാണ് എന്നുള്ളതാണ് പുറത്ത് സംസാരം. അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം നീ കേട്ടേ പറ്റുള്ളൂ. അപ്പം രഞ്ജിത എന്താണ് പറയുന്നതെന്ന് നമ്മുടെ പ്രതീക്ഷ ഇങ്ങനെ കേൾക്കുകയാണ് കേട്ടോ.
പ്രതീഷിന്റെ അടുത്ത് രഞ്ജിത പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വന്ന് കണ്ടതും നിന്നെ സഹായിക്കാമെന്നുള്ള ആ ഒരു വാഗ്ദാനം നൽകിയതും മറ്റാരും അറിയാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധന നമ്മുടെ രഞ്ജിത വെക്കുന്നുണ്ട്. അപ്പം രഞ്ജിതയുടെ മുന്നിൽ നമ്മുടെ പ്രതീക്ഷാണെങ്കിൽ തൊഴുകൈയോടുകൂടി നിന്ന് നന്ദി പറയാണ്. നിങ്ങളായിട്ട് ഇപ്പം വന്ന് എന്നെ ഇങ്ങനെ സഹായിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചല്ലോ, ആ ഒരു മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് എൻ്റെ കുഞ്ഞിനോടൊപ്പമൊക്കെ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ അനിരുദ്ധ് പറയുമ്പോഴത്തേക്കിനും രഞ്ജിത എന്തൊക്കെയോ നേടിയ ഒരു ഭാവത്തിലാണ് അവിടെ അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ രഞ്ജിത മടങ്ങി വരുന്ന ആ ഒരു സമയത്ത് നമ്മളെ കാണിക്കുന്നത് പങ്കജിനെയാണ് കേട്ടോ. പങ്കജാണെങ്കിൽ ഇതാ അച്ചമ്മയുടെ കാലൊക്കെ തിരുമി അച്ചമ്മയെ സോപ്പൊക്കെ ഇട്ട്, സോപ്പിടാവുന്നതിന്റെ മാക്സിമം സോപ്പിട്ട് നിർത്തിയേക്കാണ് സരസ്വതി അമ്മയെ. അച്ചമ്മയെ കുറിച്ച് പൂജ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നോ, അച്ചമ്മയെ പോലെ ഇത്ര തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു അമ്മയെ വേറെ എങ്ങും കാണാനില്ലെന്നാണ്. പിന്നെ പൂജ ഇവിടെ അച്ചമ്മയോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അച്ചമ്മയ്ക്ക് ഒരു സഹായമൊക്കെ ആകുമല്ലോ. അല്ലെങ്കിൽ അച്ചമ്മ എന്ത് ചെയ്യാനാണ്? അച്ചമ്മ എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. അച്ചമ്മയുടെ ആ ഒരു സ്നേഹവും ലാളനയും ഒക്കെ എനിക്ക് അനുഭവിക്കണമെന്നൊക്കെ പറഞ്ഞ് പങ്കജ് ഇങ്ങനെ പതപ്പിച്ചുകൊണ്ടിരിക്കുമ്പം സരസ്വതി ആരാ മുതൽ പങ്കജിനെ വിറ്റ കാശ് സരസ്വതി അമ്മയുടെ പോക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ സരസ്വതി അമ്മ പറയാണ്, മോനെ ഒരുപാട് അങ്ങ് പതപ്പിക്കല്ലേടാ, ഈ അമ്മയ്ക്ക് അറിയാം, അമ്മ ഒരുപാട് ആൾക്കാരെ ഇതുപോലെ കണ്ടതാണ്. നീ അതുകൊണ്ട് വിചാരിച്ച കാര്യം പറഞ്ഞോ, പൂജയെ ഇവിടെ നിർത്തണമെന്നുള്ളതല്ലേ നിന്റെ ഡിമാൻഡ്. അതൊക്കെ ഈ അച്ചമ്മയ്ക്ക് മനസ്സിലാകും. പിന്നെ സുമിത്രയും പൂജയും ഒക്കെ ഇവിടെ നിൽക്കും. കാര്യം എന്താന്ന് വെച്ചാൽ എന്നെ നോക്കാനായിട്ട് വേറെ ആരും ഇല്ലല്ലോ, അല്ലേ നീയോ നിന്റെ അച്ഛനോ ഒക്കെ നോക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും എന്താ പിന്നെ പൂജയും അതുപോലെ സുമിത്രാൻ്റെയും ഇവിടെ എത്ര ദിവസം വേണേലും നിന്നോ, അച്ചമ്മയുടെ കാലിന്റെ വയ്യായ്കയൊക്കെ മാറുന്നത് വരെ നിൽക്കാമല്ലോ. അപ്പം നിന്റെ അമ്മ സമ്മതിക്കോടാ ചെറുക്ക അതിന് എന്ന് സരസ്വതി അമ്മ ചോദിച്ചതും എൻ്റെ മമ്മിയോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം, ഞാൻ പറയുന്നതിനപ്പുറം ഒന്നും എൻ്റെ മമ്മി നിൽക്കില്ല എന്നും പറഞ്ഞ് ഇവൻ ഇങ്ങനെ സംസാരിക്കുമ്പം, എടാ മോനെ ദേടാ ഈ കാല് തൂക്കിയിട്ടിരിക്കുന്ന കൊണ്ടാന്ന് തോന്നണം, ഇപ്പുറത്തെ കാലിനെ ഭയങ്കര വേദനയാ, മോൻ എൻ്റെ കാലൊന്ന് പിടിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം പിന്നെ വേറെ നിവർത്തിയൊന്നും ഇല്ല. പങ്കജാണെങ്കിൽ സരസ്വതിയമ്മയുടെ കാലൊക്കെ തിരുമ്മി കൊടുക്കുകയാണ്. അങ്ങനെ അവരിയ്ക്കുന്ന ആ ഒരു സമയം രഞ്ജിത ഇങ്ങ് വരികയാണ്. രഞ്ജിത വന്ന പാടെ ഇതാ നിൽക്കുന്നു സുമിത്രയും അതുപോലെ പൂജയും. അല്ല, നിങ്ങൾ ഇവിടുന്ന് മടങ്ങി പോയില്ലേ? നിങ്ങളോടൊക്കെ ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്, ഞാൻ തിരികെ വരുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന്. ആ തള്ളയും വിളിച്ചോണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി പോയിക്കോണോന്ന് പറയുമ്പോഴത്തേക്കിനും പൂജ പറയുന്നുണ്ട്, അതിന് അച്ചമ്മ വിളിച്ചിട്ട് വരാൻ കൂട്ടാക്കണ്ടേ, പിന്നെ ഞങ്ങൾക്കാർക്കും ഈ വീട്ടിൽ താമസിക്കണമെന്നുള്ള ഒരു ആഗ്രഹമൊന്നും ഇല്ല. അത് ശരിയാണ്, ഇത്രയും സുഖവും സൗകര്യവും ഒക്കെ ഉള്ളൊരു വീട്ടില് നിങ്ങൾക്ക് താമസിക്കാൻ മോഹമില്ലെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മോളെ എന്നിങ്ങനെ രഞ്ജിത പറഞ്ഞതും സുമിത്രയല്ലേ, സുമിത്ര വിട്ടുകൊടുക്കോ? സുമിത്ര പറയാണ്, അതെ നീ എന്താ വിചാരിച്ചിരിക്കുന്നത്, ഞങ്ങൾ ഈ സുഖസൗകര്യങ്ങളൊന്നും കണ്ടിട്ടില്ലെന്നാണോ? നീ ഈ വീടിന്റെ ഉമ്മറപ്പടിയിൽ വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളാണ് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അന്നൊന്നും നിനക്ക് ഈ പടി കടന്ന് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, അത് എൻ്റെ ഭർത്താവായിട്ട് ഉണ്ടാക്കിയിട്ടും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ നീ ഇതെല്ലാം കൈയടക്കി വെക്കുമ്പോഴും നീ ഒരു കാര്യം ആലോചിക്കണം, ഇത് ഞങ്ങളുടെ വീടായിരുന്നു, ഞങ്ങളുടെ വീടാണ് എന്നുള്ള ആ ഒരു സത്യം അത് നീ തിരിച്ചറിയണമെന്ന് പറയാണ്. അപ്പൊ രഞ്ജിതയാണെങ്കിൽ ആഹാ അങ്ങതെ നടക്കുന്ന, എന്തായാലും ഈ രഞ്ജിത തന്നെയാണ് ഈ വീടിന്റെ മുതലാളി, ആ ഒരു കാര്യം സുമിത്ര അങ്ങ് മറന്നു കളയല്ലേന്നും പറഞ്ഞ് സുമിത്ര ഇങ്ങനെ കൊച്ചാക്കി സംസാരിക്കുമ്പോൾ പൂജ പറയുന്നുണ്ട്, അമ്മേ നമുക്ക് അച്ചമ്മയെ പോയി വിളിക്കാം, അച്ചമ്മയും കൂട്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് പോവാന്നും പറഞ്ഞ് അച്ചമ്മയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അങ്ങോട്ട് ചെന്നതും സരസ്വതി അമ്മ കാലൊക്കെ വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ രഞ്ജിത പറയുന്നുണ്ട്, അരവിന്ദേട്ടാ നിങ്ങളോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഇവരെ ഞാൻ തിരികെ വരുന്ന സമയത്ത് ഈ വീട്ടിൽ കാണാൻ പാടില്ല എന്ന്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്തത്? ഇത്രയും സമയമായിട്ടും ഇവർ ഈ വീട്ടിൽ നിന്ന് പോയില്ലല്ലോ, അവരെ ഇറക്കി വിടാൻ പറയുകയാണ്. എടി രഞ്ജിതേ, നീ ഒരുപാടങ്ങ് തിളക്കല്ലേ, ഞാനിവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ കാല് വയ്യാതാക്കിയത് നിന്റെ ഭർത്താവാണ്. അങ്ങനെ വരുമ്പം ഞാൻ ഈ വീട്ടിൽ കിടക്കും. പിന്നെ അതുമാത്രമല്ല, നിന്റെ ഭർത്താവ് എന്നെ നോക്കുകയൊക്കെ വേണ്ടി വരും. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല സരസ്വതി അമ്മേ, നിങ്ങൾ വെറുതെ കച്ചറ ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ഥലം വിട്ടോളാൻ പറയുകയാണ് രഞ്ജിത. അപ്പം രഞ്ജിതയുടെ ഈ ഒരു ഭീഷണിയിലൊന്നും നമ്മുടെ സരസ്വതി അമ്മ വീഴുന്ന ലക്ഷണമില്ല. അങ്ങനെ സരസ്വതി അമ്മയ്ക്ക് വേണ്ടി നമ്മുടെ പങ്കജ് പറയാണ്, മമ്മി അവരിവിടെ താമസിച്ചോട്ടെ, കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോഴാണ് നമ്മുടെ സരസ്വതി അമ്മയുടെ ഡിമാൻഡ് വെക്കുന്നത്, അതെ എന്നെ പരിചരിക്കാൻ എൻ്റെ മരുമകൾ ഇവിടെ എന്നോടൊപ്പം ഉണ്ടാവണം. അപ്പം രഞ്ജിത അത് സമ്മതിക്കാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും പങ്കജ് പറയുന്നുണ്ട്, അമ്മേ അവര് നിന്നോട്ടെ, അവര് നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടാകാനാണ്? ഈ അമ്മയുടെ കാല് ശരിയാകുമ്പോഴത്തേക്കിനും അവർ ഈ വീട്ടിൽ നിന്ന് പോയിക്കോളൂല്ലേ.
എന്തേലും ആയിക്കോട്ടെ, എന്നാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയുമ്പോൾ പൂജയ്ക്കൊരു കൺഫ്യൂഷൻ. അല്ലമ്മേ, അമ്മയും കൂടി ഇവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ തനിയെ വീട്ടിൽ നിൽക്കണ്ടേ? അതിനെന്താ മോളെ, മോളും ഇവിടെ നിന്നോ എന്നുള്ള രീതിയിൽ സരസ്വതി അമ്മ പറയുമ്പോഴാണ് നമ്മുടെ പങ്കജ് കുമാരൻ ഒരു ആശ്വാസമാവുന്നത്. അപ്പൊ സുമിത്രയാണെങ്കിലോ തന്റെ അമ്മായിയമ്മയെ അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല എന്നുള്ള കാര്യം രഞ്ജിതയുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് ആ ഒരു സീൻ കാണിക്കുകയാണ് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സ്വരമോളാണെങ്കിൽ ഭഗവാൻ കൃഷ്ണന്റെ മുന്നിലിരുന്ന പാവം ആ കുഞ്ഞു ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ആ ഒരു അവരുടെ സ്നേഹമൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പാവ ആ കുഞ്ഞു വ്രതമൊക്കെ എടുക്കുന്നത്. അപ്പൊ വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സ്വരമോളാണെങ്കിൽ കൃഷ്ണനോട് പറയുന്നുണ്ട്, ഭഗവാൻ ഇത് വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല, ഞാൻ എന്തെങ്കിലും കഴിക്കണമെന്ന് എല്ലാവരും ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ അത് വ്രതം മുടങ്ങുന്നതിന് തുല്യമാവില്ലേ, അതുകൊണ്ട് ഞാൻ ഇനി കഴിക്കുന്നൊന്നുമില്ല. അങ്ങനെ കുഞ്ഞിനൊരു വല്ലായ്മയൊക്കെ ഫീൽ ചെയ്ത് കുഞ്ഞ് അവിടെ ബോധം കെട്ട് വീഴുകയാണ്. അപ്പം അതൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കുടുംബവിളക്കിന്റെ വിശേഷം വന്നിട്ടുള്ളത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്